വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബി സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയതിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വേറൊന്നുമല്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഭൗതിക ശാസ്ത്രത്തിനും മിഷൻ ലേണിങ്ങിനും ഒക്കെ നോബൽ പ്രൈസസ് കിട്ടിയവരെ പറ്റിയിട്ട് പഠിച്ചു. ഇന്ന് നമുക്ക് രസതന്ത്ര ശാസ്ത്രത്തിനും അതേപോലെ തന്നെ വൈദ്യ ശാസ്ത്രത്തിനും ഒക്കെ നോബൽ പ്രൈസസ് കിട്ടിയവരെ പറ്റിയിട്ട് പഠിക്കാം. അപ്പോൾ പാർട്ട് 1 കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരുന്നാലും പോയി കാണാൻ ഞാൻ ലിങ്ക് എന്തായിരുന്നാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ, പിൻ ചെയ്തിട്ട്. സോ നമുക്ക് എന്തായിരുന്നാലും എഴുതിലേക്ക് പോവാം. 2024 നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ 2024 3 പേർക്കാണ് രസതന്ത്ര ശാസ്ത്രത്തിന് നൊബേൽ പ്രൈസസ് കിട്ടിയത്. അവരാരൊക്കെയാണെന്ന് നോക്കിയാലോ. ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ ജമ്പർ. ഈ പേര് ഞാൻ പഠിച്ചെടുക്കാൻ കുറച്ച് താമസിച്ചു, സോറി. ഓക്കെ. അപ്പോൾ ഇവർ 3 പേർക്കുമാണ് രസതന്ത്ര ശാസ്ത്രത്തിന് നോബൽ പ്രൈസസ് കിട്ടിയത് 2024. ഇനി നമുക്ക് അവർക്ക് എന്തിനാണ് കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് കിട്ടിയതെന്ന് നോക്കാം. അതിനു മുമ്പേ ഒരു കാര്യം പറയാം. ഈ രസതന്ത്ര ശാസ്ത്രം എന്ന് പറയുന്നത് കെമിസ്ട്രി ആണ് കേട്ടോ. ഡേവിഡ് ബേക്കറിന് ഈ ഒരു നോബൽ പ്രൈസ് കിട്ടിയതിൻ്റെ കാരണം എന്ന് പറയുന്നത് അസാധ്യമെന്ന് കരുതിയിരുന്ന പുതിയൊരു തരം പ്രോട്ടീൻ രൂപകൽപ്പന ചെയ്ത് യാഥാർത്ഥ്യമാക്കിയതിനെയാണ്. ഓക്കെ. പ്രോട്ടീനുകളുടെ സങ്കീർണ ഘടന കണ്ടെത്തുന്നതിനുള്ള ഒരു കമ്പ്യൂട്ടറിലുള്ള ഒരു മോഡലിൻ്റെ പേര് നമുക്ക് നോക്കാം. AlphaFold 2 എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ മോഡൽ കണ്ടുപിടിച്ചതിനാണ് നമ്മളുടെ ഡെമിസ് ഹസാബിസിന് ഡെമിസ് ഹസാബിസ് മാത്രമല്ല, ഒരാളും കൂടെ ഉണ്ട്, ജോൺ ജബ്ബറിനും ഡെമിസ് ഹസാബിസിനും ഈ ഒരു കമ്പ്യൂട്ടർ മോഡൽ, അതായത് AlphaFold 2 എന്ന് പറയുന്ന കമ്പ്യൂട്ടർ മോഡൽ കണ്ടുപിടിച്ചതിനാണ് കിട്ടിയത്, നോബൽ പ്രൈസ് കിട്ടിയത്. ഓക്കെ. ഇനി നമുക്ക് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ആർക്കൊക്കെയാണ് ലഭിച്ചതെന്ന് നോക്കാം. മസാച്യുസെറ്റ്സ് യൂണിവേഴ്സിറ്റിയിലെ വിക്ടർ ആംബ്രോസ്, മാത്രമല്ലാതെ ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിലെ ഗാരി റോക്കിനും കിട്ടിയിട്ടുണ്ട്. ഇവർക്ക് 2 പേർക്കുമാണ് വൈദ്യശാസ്ത്രത്തിലെ നോബൽ പ്രൈസസ് 2024 വൈദ്യശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് കിട്ടിയത്. മൈക്രോ RNA കണ്ടുപിടിച്ച് അത് വഹിക്കുന്ന പങ്കിനെ പറ്റിയിട്ട് പഠനം നടത്തിയ 2 അമേരിക്കൻ ശാസ്ത്രജ്ഞരാണ് ഇവർ. ഇനി ഈ മൈക്രോ RNA 1993 പുഴുക്കളിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. ക്യാൻസർ പോലുള്ള രോഗങ്ങളുടെ വ്യാപ്തി മനസ്സിലാക്കാനും മാത്രമല്ലാതെ ഇതിൻ്റെ ചികിത്സ നിർണ്ണയിക്കാനും ഒക്കെ ഈ ഒരു കണ്ടുപിടുത്തം സഹായിക്കും. ഇനി ഈ RNA എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. ഇനി നമുക്ക് സമാധാനത്തിന് നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. ജപ്പാനിലെ നാഗസാക്കി അണുബോംബ് ആക്രമണങ്ങൾ, നാഗസാക്കിയിലെ മാത്രമല്ല ഹിരോഷിമയിലെയും അണുബോംബ് ആക്രമണങ്ങളെ അതിജീവിച്ച പ്രസ്ഥാനങ്ങളായ നിഹോൺ ഹിഡാൻക്യോ എന്ന പ്രസ്ഥാനത്തിനാണ് കഴിഞ്ഞ വർഷത്തെ 2024 സമാധാനത്തിനുള്ള നോബൽ പ്രൈസിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി നമുക്ക് സാഹിത്യത്തിന് ആർക്കാണെന്ന് നോക്കാം. ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയായ ഹാൻ കാങ്ങിനാണ് ഈ ഒരു സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത്. ദക്ഷിണ കൊറിയയ്ക്ക് ലഭിക്കുന്ന ആദ്യത്തെ സാഹിത്യ നോബലാണിത്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഫൈനൽ പാർട്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.